me, Adil Jabos, Indian Secret Foodie. Welcome back to my YouTube channel. ഇന്ന് ഞാനൊരു ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് നിൽക്കുന്നത്. പ്രശസ്തമായ ഒരുപാട് സിനിമകൾ ഷൂട്ടിംഗ് ചെയ്ത ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ മൊറോക്കോ ഡേ 4 ആൻഡ് ലാസ്റ്റ് ഡേ ആണ്. ഇന്ന് ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഭയങ്കര സാഡും ഉണ്ട്. കാരണം ലാസ്റ്റ് ദിവസമല്ലേ, ഇനി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തില്ല, പിന്നെ എല്ലാവരും വീട്ടിട്ട് പോകണം എന്നൊക്കെ ഒരു വിഷമമുണ്ട്. അപ്പോൾ രാവിലെ തന്നെ 8 മണിക്ക് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കുറേ സ്ഥലങ്ങൾ കവർ ചെയ്യണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പിന്നെ ലോങ് ആയിട്ടുള്ള യാത്ര കാരണം അത് കുറച്ചായിട്ട് എവിടെയെങ്കിലൊക്കെ നിന്ന് പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ദിവസത്തെ 3 ദിവസത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഞാൻ വീഡിയോ കൂടുതൽ ലെങ്ത് ആക്കാതെ ചുരുക്കിയാണ് അവിടെ ഇവിടെയൊക്കെ ഇട്ടേക്കുന്നത്. കാരണം നിങ്ങൾക്കും ബോറടിക്കാൻ പാടില്ല, എനിക്കും ബോറടിക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് ഐ ഡോണ്ട് ഹാവ് എനി ഐഡിയ. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ, ബട്ടൺ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക്. ഫൈനൽ ഡേ ഡേ 4ലേക്ക് എല്ലാവർക്കും വെൽക്കം. സോ ഞങ്ങളുടെ ഔട്ട്ഫിറ്റ് ഇത്, എന്റെ ഔട്ട്ഫിറ്റ് ഇതാണ്, ചേച്ചിന്റെ ഔട്ട്ഫിറ്റ് ഇതൊക്കെയാണ് ചേച്ചിയുടെ ഔട്ട്ഫിറ്റ്. സോ ഏകദേശം 8 മണിയായി. നമ്മൾ കറക്റ്റ് ടൈമിൽ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ താഴെ പോവാണ്. ഇനി നല്ല ഡീറ്റെയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം കുറച്ച് ഡെസ്റ്റിനേഷൻസ് ഒക്കെ ഇന്ന് കവർ ചെയ്യാറുണ്ട്. ഇന്ന് ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആൻഡ് ഇച്ചിരി സാഡ്നെസ്സും ഉണ്ട്. ബിക്കോസ് ഇന്നൂടെ കഴിഞ്ഞ ഡേ കഴിഞ്ഞു, ഇനി ട്രിപ്പും ഇല്ല, ഒരു കുഴപ്പമില്ല. അവർ പുറത്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. ഇച്ചിരി വിഷമമുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഹോട്ടൽ സ്റ്റേയും ഉറക്കവും എല്ലാം അടിപൊളിയായിരുന്നു. അപ്പോൾ ഞങ്ങളത് പുറത്തോട്ട് പോകാൻ ഇറങ്ങുവാണ്. താഴെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇന്നത്തെ കുറച്ച് അടിപൊളി ക്ലിക്സൊക്കെ ഈ ഒരു തത്തമ്മ പച്ച കളറിൽ എടുക്കാൻ ഞാൻ വേണ്ടി നിൽക്കുകയാണ്. ഞാൻ കാണിച്ചു തരാം. എൻ്റെ കണ്ണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, കണ്ടോ. സോ ഞാൻ പിന്നെ കണ്ണാടി വെച്ചേക്കുന്നത് ഇപ്പോഴേ ഈ ലുക്ക് എല്ലാവരും കണ്ടിട്ട് എററാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ സ്പെക്സ് വെച്ചേക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് താഴെ പോവാം. അവർ നമുക്ക് വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ഇവിടെ വീഡിയോ എടുക്കുന്നുണ്ട്, ഒരു വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പോയിട്ട് ഓക്കെ ബൈ. ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഹോട്ടലിൻ്റെ ഒരു വ്യൂ വരുന്നത്. നല്ല ഭംഗിയില്ലേ കാണാൻ. നൈറ്റ് അത്ര ഭംഗിയായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകത്തില്ല, ഡേ ടൈമും നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വരുന്നത്, ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ബുഫേയാണ്. ഫ്രൂട്ട്സും വെജിറ്റബിൾസും പേസ്ട്രീസും ക്രോസാൻസും പിന്നെ നമ്മുടെ ഉപ്പുമാവാണെന്ന് തോന്നുന്നത്. എഗ്ഗാണ് ഓടിയത്, സ്ക്രാമ്പിൾഡ് കേട്ടോ, വെറുതെ തെറ്റിദ്ധരിച്ച അവരെ. പിന്നെ ഇപ്പുറത്തെ സൈഡ് ജ്യൂസ്, കോൺഫ്ലെക്സ്, മിൽക്ക് എല്ലാം. ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഫ്രൂട്ട്സ് ഉണ്ട്, വെജിറ്റബിൾസ് ഒന്നും എടുത്തില്ല. പിന്നെ നമ്മുടെ പൊറോട്ട സാധനം, ക്രോസാൻസ് പോലത്തെ സാധനം, പേസ്ട്രി, പിന്നെ ഡേറ്റ്സ്, പിന്നെ ഒരു മിക്സഡ് ഫ്രൂട്ട്സ്, പിന്നെ തക്കാളി ചട്നിയാണെന്ന് തോന്നുന്നു, അറിയത്തില്ല. പിന്നെ മുട്ടയും അല്ലേ, മുട്ട. പിന്നെ പൊറോട്ടയുടെ എന്തോ ദേഷ്യമുള്ള കൊച്ചാട്ടോ, കൊച്ചിനൊന്നും കാണാൻ പറ്റില്ല അല്ലേ. പിന്നെ പൂളിൻ്റെ അവിടുന്ന് കീഴിലും കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അതിനുശേഷം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ കാറിൽ പോകാൻ പോവുകയാണ്. ഓടി വന്നപ്പോൾ എനിക്ക് കിതയ്ക്കുന്നു. സോ നമ്മളിപ്പോൾ കാറിൽ കയറാൻ പോവാം. നല്ല തണുപ്പുണ്ട്, കൈയൊക്കെ ചെറിയ രീതിയിലുള്ളൊരു ഫ്രീസിങ് കുഴപ്പമില്ല. ഗുഡ് മോർണിംഗ്. കൊഞ്ചം ഉറങ്ങിപ്പോച്ച്, നമുക്ക് ക്ഷമിക്കാം, കൊഞ്ചമല്ലേ ഉറങ്ങിപ്പോച്ച്. ഭംഗിയായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകുന്നില്ല, ഡേ ടൈം നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഇത് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഇപ്പോൾ നമ്മൾ വന്നത് ഓസ്കാർ ഹോട്ടൽ എന്ന് പറഞ്ഞ ഒരു സ്റ്റുഡിയോ ആണ്. ഇതിനകത്ത് കാണാൻ ഒരുപാടുണ്ടെന്നാണ് പറഞ്ഞത്. ഗൈഡ് നമുക്ക് അനുവദിച്ച് തന്നേക്കുന്ന ടൈം 1 hour ആണ്. അപ്പോൾ അതേപോലെ ഒരുപാട് ടൂറിസ്റ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ 1 hourനുള്ളിൽ ഒരു ഫിലിം സിറ്റി പോലെ ഒരുപാട് ഫിലിംസൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു പ്ലേസാണെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ലൈക്ക് നമ്മുടെ എന്താണ് ഇവിടെ കാണാനുള്ളതെന്ന് എനിക്ക് അങ്ങനെ വലിയ രീതിയിൽ അറിയത്തില്ല. ഇവിടെയുണ്ട് എന്തൊക്കെയാണുള്ളതെന്ന്, വർക്ക്ഷോപ്പ് കാര്യങ്ങൾ. കാണാൻ ഒരുപാടുണ്ട് കേട്ടോ. ഇത് ഇത്രയും വലുതാണ് സംഭവം. 1 മണിക്കൂറിനുള്ളിൽ കണ്ടു തീർക്കാൻ പറ്റത്തില്ല. കാരണം നമ്മളെ ഗൈഡ് 10 മിനിറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ 1/2 മണിക്കൂർ എടുക്കാറുണ്ട്. അപ്പോൾ ഈ 1 മണിക്കൂറിൻ്റെ സാധനം ഏകദേശം 2-2.25 മണിക്കൂറൊക്കെ കാണാനുള്ളതായിരിക്കും.
എന്തായാലും അറിയില്ല, നമുക്ക് നോക്കാം. തണുപ്പുണ്ടല്ലേ, നല്ല തണുപ്പുണ്ട്, ഒരു രീതി ഒരു തണുപ്പുണ്ട് നല്ല. ഞങ്ങളിങ്ങനെ ഇതിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. I am a movie star and very famous here. And I'm very humble to be with you because my manager and my bodyguard is there. Thank you. They told me it's nice people, you can go with them, it's okay. Thank you. You are welcome to Atlas Studio. This is the biggest studio in Africa, and the studio was built in 83. When the first movie here, this plane for the Jewel of the Nile, is American movie with Michael Douglas, Kathleen Turner, and the Chariot for Gladiator and Ben-Hur. Ben-Hur is not old, is new one, 2009, and the bus in TV series American Prison Break. Prison Break is last season, season 5, and the boat over there for the movie Asterix and Obelix is French comedy. Okay. And the Ferrari use it for blow up in the movies because Ferrari is very expensive. This one is cheaper, 100 dirhams. Okay. Over there for the movie Black Hawk Down is American movie, and the last movie here is Gladiator 2 with Denzel Washington. Pedro Pascal is coming out. And have you seen all these movies? And all this movie shooting here in Atlas Studio. DJ is French, Ben-Hur, Moses, Gladiator, first one, James Bond. James Bond with Timothy Dalton, The Living Daylights, Alva. And Condor is about 14 Dalai Lama, Martin Scorsese is American movie. Way back with Colin Farrell is American movie. Asterix and Obelix is French comedy. The Hills of Eyes is American movie, scare movie. The Patient, the Pepsi, German movie, and over there is just one. In China is Aijiao. Yeah, Isanda, Molai, Mami. And the last movie here is Tutankhamun. It's six. എത്രയോ ഏക്കറോളം നീണ്ടു കിടക്കുന്ന ഷൂട്ടിംഗ് സ്പേസ് ആണ്. ഫൈറ്റ് സീൻസ്, പിന്നെ രാജകൊട്ടാര സീൻസ്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇയാളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തിരും. First movie there is 1996 is Kingdom of Heaven. There is Jerusalem in the movie. When they fight in Saladin, it's very old. And Game of Thrones season 3 there is the Mary. When Khaleesi she make free the slaves when she's speaking Valerian when the man is burned by dragons. And Iceberg had this young guy here, just a place from here, 20 kilometers from here, is young guy. And this Sawira is Astapor. 3 parts in Game of Thrones here in Morocco. And the last movie there is Gladiator 2. The left side is me. നമ്മുടെ ഒരു വില്ലേജ് സെറ്റപ്പ് അതൊക്കെ ആയിട്ട് പണിത് വെച്ചേക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഈ വില്ലേജ് സെറ്റപ്പ് അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലം. കണ്ടോ, ഒരു കുറേ വീടുകൾ, കിണറുകൾ, പിന്നെ ഈ അമ്മച്ചിരുന്ന് ചെയ്യുന്ന കേട്ടോ. പിന്നെ കിണറിൻ്റെ ഒരു ഫീല് വരാൻ വേണ്ടിയിട്ട് കിണറിൻ്റെ ഒരു ഫീലുള്ള സംഭവങ്ങൾ, അങ്ങനെയുള്ള കുറേ നല്ല രസമുള്ള ഭാഗങ്ങളാണ് ഇവിടെ അവർ പണിത് വെച്ചിരിക്കുന്നത്. നല്ല രസമല്ലേ, ക്യൂട്ടായിട്ട്. ഇവിടെ ഓടുന്നു. ഇറങ്ങി എടുക്കട്ടെ, പെട്ടെന്ന് വാ. നമ്മളിവിടെ കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഫോട്ടോസും വീഡിയോസും അതുകൊണ്ട് ഇന്ന് ഇവിടെ നമുക്ക് ഫോട്ടോസ് വീഡിയോസ് എടുക്കാൻ വേണ്ടി ഗൈഡ് എങ്ങോട്ടോ പോയി. ഞങ്ങൾ ഇവിടെ നിൽക്കുന്നേ ഉള്ളൂ. അതിൻ്റെ അയാൾ നിൽക്കുകയാണ്, ഞങ്ങൾ ചവിട്ടി കൂട്ടി കളയെന്ന് പറഞ്ഞാൽ ഒന്നാമത് അയാൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടു. സോ നല്ല രസമായിട്ട് എൻ്റെ ആറ്റിന് പോയി എനിക്കൊരു സൂപ്പർ വീഡിയോ എടുത്ത് തന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ കാണട്ടെ. നല്ല ക്യൂട്ട് വീഡിയോ ആയിരുന്നു സത്യം പറഞ്ഞാൽ. എന്നിട്ട് ഞങ്ങളിത് ഇവിടുന്ന് പോവുകയാണ്. ഇത് നല്ല ഒരു നമ്മൾ പറഞ്ഞില്ല രാജകൊട്ടാരത്തിൻ്റെ സീൻസൊക്കെ ഷൂട്ട് ചെയ്യുന്ന ഒരു ഭാഗം, ഇതുപോലത്തെ ഒരു ഭാഗം അവിടെ വെച്ചിട്ടാണ് രാജകൊട്ടാരത്തിൻ്റെ സീൻസൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. ഇതേ ഹില അവിടെ കയറി ഇരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നല്ല രസമുണ്ട്, ക്യൂട്ടായിട്ട്, നല്ല സ്ഥലം. ഏട്ടാ നമ്മുടെ ഹൈദരാബാദിലെ ഫിലിം സിറ്റിയൊക്കെ ഇല്ലേ, അതുപോലെ തന്നെയാണ് സംഭവം. കാണാനും കറങ്ങാനും ഫോട്ടോ എടുക്കാനൊക്കെ ഒരുപാട് ഫിലിം ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു പ്ലേസ് കൂടിയാണ്. ഓക്കെ, ഒന്നുകൂടെ പറയോ പ്ലീസ്, ഒന്നുകൂടെ പറയോ. ഇപ്പം പോകുന്നതെന്ന് വെച്ചാല് കസ്ബേറാണ് പോകുന്നത്. 40 minutes to 1 hour വാക്കാണുള്ളത്. എനിക്ക് ട്രക്കിംഗ് ഒട്ടും ഇഷ്ടമല്ല. നിനക്ക് ഇഷ്ടമാണോ? കുഴപ്പമില്ല, നല്ല രസമല്ലേ. ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാനുള്ളത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിത് അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 40 minutes വാക്ക് ഉണ്ട്. വെള്ളമൊക്കെ എടുക്കാനാണ് അവർ പറഞ്ഞേക്കുന്നത്. I'm quite impressive and excited. Can call me
ചേച്ചി അവന്റെ സ്പെക്സ് സ്പെക്സ് കൊടുക്ക് എനിക്ക് വേണം. അപ്പൊ നീ അത് കൊടുക്ക്. The other one is a fake gate for making movies like Gladiator and Scorpion King and Cleopatra and Games of Thrones. Inside there are like houses, normal houses, and Quranic school and one mosque, also a herborist. But later on in the 80s, the government stopped people to live inside. But if they want to keep living inside, they need only one condition is to renovate with real bricks, because what is constructed with or made with is mud bricks. And you know mud, when it's raining, it falls on people's head, and that's why. So they help them to give them like a piece of land and a little money to help them make it better. വേറെ കുറെ മൂവീസ് ഷൂട്ട് ചെയ്ത ഒരു സ്ഥലമാണ്. വേറെ കുറെ മൂവീസ് അല്ലാതെ സെയിം മൂവീസ് തന്നെ ഷൂട്ട് ചെയ്ത 2 ലൊക്കേഷനാണ്. ഒന്ന് നമ്മൾ നേരത്തെ പോയ അറ്റ്ലാസും, പിന്നെ ഒന്ന് ഇതും. ഇത് അയാൾ നേരത്തെ കഥ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതാണത്, അത് തന്നെയാണിത്. നിങ്ങൾ വിചാരിക്കും ഇതേ മറ്റേ ബൈക്ക് കഴിച്ചു ഇതേ പോകുന്നുണ്ടോ? ഇതിലാണ് ഇവര് റൈഡ്. മാറടി, പോന്നോക്കി പോന്നോക്കി. എനിക്കറിയില്ല അവനാരോ. പറയൂ ഗൈസ് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഓഫ് ദിസ്. അടിപൊളി. ഇനി ഓരോ സ്ഥലത്ത് പോകുമ്പോ ഓരോരോ തരാണ് അല്ലേ? ഓരോ സ്പോട്ട് നമുക്ക് ഡിഫറെന്റ് ആയിട്ടാ തോന്നുന്നത്. അതാണ് ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ്. നമുക്ക് കാരണം ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇന്ന് നമ്മൾ പിരിയാണ് അല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ, പിരിയാ പക്ഷെ ഞങ്ങൾ കൂടും പ്ലാൻ ചെയ്യുന്നുണ്ട്. നമ്മൾ കൂടും. ഞാനൊരു കാര്യം പറയട്ടെ ഗൈസ്, നമ്മള് UK പോലുള്ള ഒരു സിറ്റിയിൽ വന്നിട്ട് ഇവിടുത്തെ ഈ ഒരു വില്ലേജ് വൈബും ഇതൊക്കെ വെച്ച് നമുക്ക് ഒത്തിരി പീസ് തരുന്നുണ്ട്. നമ്മൾ ഈ സിറ്റി ലൈഫ്, നമ്മുടെ ഷിഫ്റ്റ്സ്, നമ്മുടെ ജോലി, സ്ട്രെസ്, അതിൽ നിന്നൊക്കെ ഒരു 4 ദിവസം എന്ന് പറഞ്ഞാൽ നമുക്കൊരു 4 മാസം പോലെ ഫീൽ ചെയ്യും. നമ്മള് ഒന്നിനെ പറ്റിയും ചിന്തിക്കുന്നില്ല, ഒരു കാര്യങ്ങളും ഇല്ല, ഒരു പ്രശ്നവും ഇല്ല, ജോലിയില്ല, വീഡിയോ എഡിറ്റ് ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട. അപ്പാട് അപ് ടു ഡേറ്റ് ആയിട്ട് സ്റ്റാറ്റസ് ഇടാം, അത്ര മാത്രം. ഈ ഒരു വില്ലേജ് ഫോട്ടോ എടുക്കുന്നുള്ളൂ, നമ്മൾ എൻജോയ് ചെയ്യണം. നമ്മളല്ല എത്ര സിറ്റി ലൈഫിൽ നിന്നായാലും നമ്മള് തിരിച്ച് നമ്മുടെ തന്നെ മണ്ണിൽ വരുമ്പോഴേ ഉള്ളൂ നമുക്ക് ഹാപ്പിനെസ്. അതാണ് ഇപ്പൊ നമ്മൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ തന്നെ എന്നുവെച്ചാൽ നമ്മുടെ അങ്ങനെയല്ല, മണ്ണ് എന്ന് ഞാൻ മീൻ ചെയ്ത് വെച്ചാൽ നമ്മൾ ആ ഒരു വില്ലേജ് വൈബ്. കക്ഷി ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. നമ്മൾ UK കണ്ടിന്യൂസ് ആയിട്ട് ഷിഫ്റ്റ് എടുക്കുന്നവരാണ്. പല ഫാമിലി പ്രോബ്ലംസ് കാണും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് കാണും, സ്ട്രെസ് കാണും, മെന്റലി നമ്മൾ ഓക്കെ ആയിരിക്കത്തില്ല. ഫിസിക്കലി ഇപ്പം ഞാൻ തന്നെ എൻ്റെ നടുവയ, ഷോൾഡർ വയ്യ, കൈ വയ്യ, കാലുവയ, ഇനി ഒരു സ്ട്രെച്ചർ ഇട്ടേ കയറി കിടക്കുക, ആ അവസ്ഥയിലാണ് ഞാൻ. ഇതെല്ലാം വിട്ട് ഇതെല്ലാം സഫർ ചെയ്ത് നമ്മൾ വേറൊരു രാജ്യത്ത് വന്ന് അവിടെ 4 ദിവസം നമ്മൾ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ എല്ലാം മറന്ന് ഒന്നിനെ കുറിച്ച് ആലോചിക്കാനുള്ള ടൈം നമുക്കില്ല. വീട്ടിലും ജോലിക്കൊക്കെ പോകുമ്പോഴാണ് നമ്മൾ സ്ട്രെസ് ആവുന്നതും നമ്മൾ ഓരോന്നിനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതും. ഇവിടെ നമുക്ക് ആ ഒരു ടൈം ഇല്ല. പക്ഷെ ഇപ്പൊ സ്ട്രെസ് ആയി തുടങ്ങി. 4 മണിക്കൂർ കഴിഞ്ഞാൽ തിരിച്ചു പോകണം എന്ന് ആലോചിച്ചിട്ടുള്ള ഒരു വിഷമമാണ് ഇപ്പോൾ. പക്ഷെ കുഴപ്പമില്ല, ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. അടിപൊളി ട്രിപ്പായിരുന്നു. എനിവേ താങ്ക് യു സോ മച്ച് ഫോർ ട്രൈബ്സിഗോ, ബിക്കോസ് അടിപൊളിയായിട്ട് പ്ലാൻ ചെയ്ത് ഓരോ സ്ഥലങ്ങളും അതെ കിടിലുമായിട്ട് ഓരോ സ്ഥലങ്ങളും കാൽക്കുലേറ്റ് ചെയ്ത് മാത്രമല്ല കംഫർട്ടബിൾ ആക്കിയിട്ട് ഒട്ടും റഷ് ഇല്ലാതെ നമുക്കൊരു മടുപ്പ് തോന്നിക്കാതെ വിധം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന സമയത്ത് ഇവിടെ പോകണം, ഇന്ന സമയത്ത് ഇവിടെ പോകണം. അവര് എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്യാൻ മാക്സിമം ശ്രമിച്ചു. വേറെ കുറെ പേര് എവിടെയെങ്കിലും ആണെങ്കിൽ വേറെ ഏജൻസികളൊക്കെ ആണെങ്കിൽ പോലും സ്ഥലങ്ങൾ കുറച്ചിട്ട് ട്രാവൽ കൂട്ടും. ഇത് നമുക്ക് ട്രാവൽ കൂടുതലാണെങ്കിലും മാക്സിമം ഉള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എനിവേ താങ്ക് യു സോ മച്ച് ഫോർ ട്രൈബ്സിഗോൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഞാൻ ഇതുവരെ ടൂർ പാക്കേജിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല, അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എന്തായാലും ഇന്ന് പറയുന്നതായിരിക്കും, എല്ലാ വീഡിയോയിലും ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. സോ ഡീറ്റെയിൽസ് എല്ലാം താഴെ കൊടുത്തിരിക്കുക. നിങ്ങളിങ്ങനെ ട്രിപ്പ് പോകാനൊക്കെ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നല്ല സ്ഥലങ്ങൾ അവർ നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് കൊടുക്കുന്നതായിരിക്കും. സോ ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. അതിന് ഞങ്ങൾ കാസിലേക്ക് പോവുകയാണ്, പോയിട്ട് വന്ന് കാണാം. ഓക്കെ ബൈ.
ഫോട്ടോ വരും. അവൻ വരച്ചു തീ വെച്ച് തീ വെച്ച് കഴിയുമ്പോൾ അതിനകത്ത് ഫോട്ടോ വരും. അത് കത്തിക്കേണ്ടതാണ്. സഫ്രാൻ സഫ്രാൻ തീ വെച്ച് വരച്ചു. Indigo. ഇൻഡിഗോ. Indigo, yes. പേപ്പർ കത്തിക്കോ. ക്യാമറ വരച്ചിട്ട് വോയിസ് പറയാൻ എൻ്റെ സൗണ്ട് ഇല്ല, അതുകൊണ്ട് നിങ്ങളത് കണ്ട് മനസ്സിലാക്കുക എന്താണ്. കണ്ട താഴേക്കുള്ള വ്യൂ. ടീ ആൻഡ് സാഫ്രോൺ, ഫയർ, പിന്നെ ഇൻഡിഗോ അതൊക്കെ വെച്ചിട്ട് അവർ പെയിന്റ് ചെയ്യുന്നതാണ് കേട്ടോ. ഇത് ക്യൂട്ടായിട്ടാണ് വരച്ചേക്ക് നോക്കി, ഭയങ്കര രസമുണ്ട്. ഇത് ഫിലിം ഷൂട്ട് നടക്കുന്ന സമയം മാത്രമല്ല, നേരത്തെ അയാൾ പറഞ്ഞ പോലെ തന്നെ ഒരു സമയം വന്നപ്പോൾ ഗവൺമെൻറ് ഇതിനകത്ത് കയറി ആൾക്കാർക്ക് താമസിക്കാനുള്ള സൗകര്യം കൊടുത്തു. പക്ഷെ ഗവൺമെൻറ് വെച്ച ഒരു റൂളെന്ന് പറഞ്ഞാൽ വെയിറ്റുള്ള സാധനങ്ങളൊന്നും ഇവിടെ വെക്കാൻ പാടില്ല. ബിക്കോസ് മണ്ണ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടങ്ങളാണ് എല്ലാം. മഴ പെയ്താലോ എന്ത് സംഭവിച്ചാലും പെട്ടെന്ന് ഇതിനെ എഫക്റ്റ് ചെയ്യും. പെട്ടെന്ന് Doing something? We used to design it. സോ ഞാൻ പറഞ്ഞ പോലെ പെട്ടെന്ന് ഇതിനെ എഫക്റ്റ് ചെയ്യും. കഴിഞ്ഞ സെപ്റ്റംബറിൽ എർത്ത് വീക്ക് നടന്ന പ്ലേസാണ് ഇത്. അതിൽ പല വീടും പല സ്ഥലങ്ങളും പൊളിഞ്ഞു പോയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ചുറ്റി നടക്കേണ്ടി വരുന്നത്. ബിക്കോസ് ഇറ്റ്സ് എ സ്മോൾ വില്ലേജ് അല്ല, ഇപ്പോൾ ഭയങ്കര വീക്കായിട്ടുള്ള കെട്ടിടങ്ങളാണ്. അതുപോലെ തന്നെ സ്മോൾ വില്ലേജ്, ഒരു വീടൊക്കെ അവിടെ വെയിറ്റുള്ള സാധനങ്ങളൊന്നും വെക്കാൻ പാടില്ല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നം. ധന്യ കേറി വാ, പെട്ടെന്ന് കേറി വാ. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര രസമായിട്ടുള്ള കുറച്ച് സ്ഥലമാണ് കാണാനാണെങ്കിലും എൻജോയ് ചെയ്യാനാണെങ്കിലും. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. മൊറോക്കോ എന്നൊക്കെ പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ. കുറേ കെട്ടിടങ്ങളും കുറേ ബിൽഡിങ്സും, രണ്ടോന്നല്ലേ, കുറേ പുഴകളും മലകളും. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് പച്ചമലകളൊന്നുമല്ല, ഇങ്ങനത്തെ മലകൾ. പിന്നെ മണലാരണ്യങ്ങളും ഉണ്ട്. മണലാരണ്യങ്ങൾ ഞാൻ അടുത്ത് പറയണ്ടല്ലോ എന്തൊക്കെയാണെന്ന്. ഇതാണ് ഇവിടുത്തെ പണ്ടത്തെ ബാങ്ക്. പണ്ടിതൊരു ബാങ്കായിരുന്നു. എർത്ത് വീക്കിൽ ഇത് ഇങ്ങനെ ആയിപ്പോയതാ. എങ്ങനെയുണ്ട് നടത്താം? എനിക്ക് പ്രശ്നമില്ല, എനിക്ക് ഇഷ്ടമായിട്ടോ. എനിക്ക് ഇഷ്ടം. പക്ഷെ ഈ ഉടുപ്പ് പൊക്കി പിടിച്ച് നടക്കാം, മുണ്ട് പൊക്കി പിടിച്ചിട്ടാ നടക്കുന്നത്. അത് മാത്രമേ ഒരു പ്രശ്നമുള്ളൂ. 1 കിലോമീറ്റർ കൂടെ ഉള്ളൂ. 1 കിലോമീറ്റർ അല്ല, ഇയാൾ എത്ര 40 മിനിറ്റ് ഉണ്ടല്ലേ പറഞ്ഞേ? അങ്ങോട്ടും ഇങ്ങോട്ടും 40. ഓ 2 കിലോമീറ്റർ ഭയങ്കര കയ്പാ. Okay, this is tree for argan from the Solera and the Agadir and Tawbet. This is argan fruit. This is argan fruit. So to make argan oil, we have to pass by many steps. First step. ഇത് നമ്മൾ ഓൾറെഡി അന്നൊരു ദിവസം കണ്ട പോലെ തന്നെ ആർഗൻ ഓയിൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറഞ്ഞു തരുന്നതാണ്. കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല, ഞാൻ പറഞ്ഞുതരാം. ഇതാണ് ആർഗൻ മരത്തിൽ നിന്ന് ഇതെടുത്തിട്ട് അതിങ്ങനെ രണ്ടായിട്ട് പൊട്ടിച്ചിട്ട് അത് ഇങ്ങനെ ഈ ഒരു സംഭവം ആക്കിയെടുക്കും. എന്നിട്ടിത് എന്നിട്ടിത് വറുത്ത് പൊടിച്ചത് ഇങ്ങനെ ആക്കിയെടുക്കും. എന്നിട്ടത് ഇങ്ങനെ അരച്ചരച്ച് പേസ്റ്റ് ആക്കും. ഇതാണ് ആർഗൻ ഓയിലിൻ്റെ സ്റ്റെപ്പ്. ഇത്രയേ ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ്, കഴിഞ്ഞു. അപ്പം ഞങ്ങളിതേ വന്നേക്കുവാണ്. ഇതിനകത്ത് ഒരുപാട് ഓയിൽ കൊണ്ടുണ്ടാക്കിയ സാധനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇത് മേടിക്കാം. പക്ഷെ നമുക്ക് ഓയിലൊന്നും 100 ml കൂടുതൽ എയർപോർട്ടിൽ കൊണ്ടു ചെല്ലാൻ പറ്റാത്തതുകൊണ്ട് നമ്മളങ്ങനെ അധികം ഒന്നും മേടിക്കുന്നില്ല. ഹണിയൊക്കെ ഉണ്ട്, പ്യുവർ ഹണിയുണ്ട്. പിന്നെ ഇത് നമുക്ക് അന്ന് ഫസ്റ്റ് ഡേ കഴിക്കാൻ തന്ന ആൽമണ്ടിൻ്റെ ഒരു ചട്നി പോലത്തെ സംഭവമുണ്ട്. പക്ഷെ ഇത് ഇച്ചിരി ഒരു മധുരം കൈൻഡ് ഓഫ് ടേസ്റ്റാണ്. ഇനി അവർ മധുരം ആഡ് ചെയ്യുന്നതാണോ എന്നൊന്നും അറിയത്തില്ല. ഇത് ഹണിയാണ്. പിന്നെ ഇവിടെയും കുറേ ഓയിൽ ടൈപ്പ് ഓഫ് സാധനങ്ങളുണ്ട്. പിന്നെ നമ്മൾ ഈ സൈഡിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഏതോ ഒരു
സംഭവം ഇച്ചിരി മണം, നല്ല മണമുള്ള പെർഫ്യൂം കൈൻഡ് ഓഫ് സംഭവങ്ങളുണ്ട്. മസാജ് ഓയിലുണ്ട്, റോസ് മസാജ് ഓയിലുണ്ട്, പിന്നെ എല്ലാം മസാജ് ഓയിലാണ് കേട്ടോ. ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇവിടെ ഉണ്ട് ലോഷൻ, റോസ് ലോഷൻ, പിന്നെ അത് എല്ലാം വേറെ വേറെ ലാംഗ്വേജിൽ പറഞ്ഞേക്കുന്നത്. നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇവിടെ ഓരോരോ സീറം സംഭവങ്ങളൊക്കെ ഉണ്ട്. മേ ബി സ്കിന്നിന് നല്ലതായിരിക്കാം. ഇവിടുത്തെ സ്കിന്നുകാർക്കൊക്കെ നല്ല കുരുക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഇട്ട് കുറയാത്തത് പിന്നെ അല്ലേ? കറക്റ്റ് അല്ലേ? സോ ഫൈനലി നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ മറാക്കിഷ്, ക്യാപിറ്റൽ ഓഫ് മൊറോക്കോ. സോ മറാക്കിഷ് ഒന്ന് ചുറ്റിക്കറങ്ങി കാണാൻ വേണ്ടി, ഒരു സിറ്റിയാണ്, വാങ്ങാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ പർച്ചേസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ മറാക്കിഷ് കാണാൻ വേണ്ടിയിട്ട് വന്നേക്കുവാണ്. ഞങ്ങളുടെ വണ്ടി ഇതാണ്, ആൾക്കാർ ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ്. ഇച്ചിരി നല്ല കുറച്ച് വെയിലുണ്ട്. ഓക്കെ, ശരിയായില്ല. ഓക്കെ, അവരവിടെ ഗൈഡിൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശന്നിട്ട് വയ്യ, നല്ല വിശക്കുന്ന. ഇന്നാണ് അങ്ങനെ അധികം ഫുഡൊന്നും കഴിച്ചില്ല. എനിക്ക് നല്ല ചോറും മോര് കറിയും എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നുന്നു. പക്ഷേ അറിയില്ല ഗൈസ്. ഇതെന്തോ പ്രശസ്തമായ സ്ഥലമാണ്, പക്ഷെ എന്താണെന്ന് എനിക്കറിയില്ല. നല്ല രസമുണ്ട് കാണാൻ. സോ ഇവിടെ ഇപ്പോൾ മറാക്കിഷിലെ ടൗൺ സെൻറ്ററിലാണ് നമ്മൾ വന്നേക്കുന്നത്. ഇവിടെ ഒരു മാർക്കറ്റൊക്കെ ഉണ്ട്, നമ്മൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ കുതിര സഫാരിയൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൽ കയറിയ ഒരു ചെറിയ റൗണ്ടായിട്ട് അവിടെയൊക്കെ കൊണ്ട് കാണിച്ചൊക്കെ തരും. നല്ല രസമുണ്ട് കാണാൻ തന്നെ, നല്ല രസമുണ്ട്. ഒരു പോഷ ഒരു രാജകീയ ലുക്കൊക്കെ പണ്ടത്തെ കാര്യങ്ങളിലൊക്കെ നോക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ രാജകീയ ലുക്കുണ്ട്. ഞങ്ങൾ ഇതേ പോകുന്നത് അവിടെ നല്ല തിരക്കാണെന്ന് ഒരു മാർക്കറ്റിലേക്കാണ്. അവിടെ പോയിട്ട് നോക്കട്ടെ എന്താണ്. പൈസ കൊടുത്താലേ ഇതാക്കുള്ളൂ. സത്യം പറഞ്ഞാൽ ഇതൊരു വലിയ മാർക്കറ്റാണ് കേട്ടോ. മേടിക്കാൻ ഒരുപാട് സ്ഥലമുണ്ട്. ഈ ഇങ്ങനത്തെ ഒരു ഫ്രൂട്ട്സ് കട ഉണ്ട്, ജ്യൂസ് കട ഉണ്ട്. ഇവിടെ ഒരു ലോഡുണ്ട്. ഞങ്ങളിതേ ഞാൻ മേടിച്ചത് ഒരു ഡ്രാഗൺ ഫ്രൂട്ട് പ്ലസ് അവക്കാഡോ ആണ്. ചേച്ചി ഒരു മാംഗോ ജ്യൂസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരിങ്ങനെ കഴിക്കുവാണ്. നീ എപ്പോഴും അബ്ജുക്ക് വിളിക്കുമ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തോട്ട് കൊണ്ടുവരല്ലേ? അങ്ങനെ നല്ല രസമുണ്ട്. ഒരുപാട് സാധനങ്ങളൊക്കെ ഇവിടെ മേടിക്കാൻ കിട്ടും. ഒരുപാട് ഡ്രസ്സ്, കോസ്മെറ്റിക്സ്, പിന്നെ ഹോട്ടൽസ് ഉണ്ട്, ജ്യൂസ് കടയുണ്ട്, പിന്നെ ഫുഡ് ഷോപ്പുണ്ട്. പക്ഷേ ഇവിടുത്തെ ഫുഡൊക്കെ നമ്മൾ നാട്ടിലൊന്നും എക്സ്പീരിയൻസ് ചെയ്യുന്ന പോലത്തെ ഫുഡും കാര്യങ്ങളും ഒന്നുമല്ല. എൻ്റർലി ഭയങ്കര ഡിഫറെൻ്റ് ആണ്. കണ്ടോ റൈസ് ഉണ്ട്, പിന്നെ ബ്രെഡ്, വെജിറ്റബിൾസ്, പിന്നെ നമ്മളെ ഷുക്കൂർ എന്നൊക്കെ പറഞ്ഞിട്ട് ചിക്കൻ ഷുക്കൂർ, ബീഫ് ഷുക്കൂർ എന്നൊക്കെ പറയത്തില്ലേ, പ്രോൺ ഷുക്കൂറുണ്ട്. പിന്നെ വേറെന്തൊക്കെയോ സാധനങ്ങളുണ്ട്. കാണുമ്പോൾ തന്നെ തോന്നുന്നത് ഇതൊക്കെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം എന്നാണ്. പക്ഷേ ഇറ്റ്സ് ടു ഡിഫിക്കൽട്ട് ടു മീ, സോ വേണ്ട. അതുകൊണ്ട് ഇതേ അവിടെ പുതിനയില, മല്ലിയില, അങ്ങനത്തെ ഇലകളൊക്കെ അവിടെ വെച്ചിട്ട് അവിടെ എന്താ ഫിഷൊക്കെ എടുത്ത് വെക്കാനുള്ള ഇതാണെന്ന് തോന്നുന്നു. ഇപ്പോൾ കടയൊക്കെ അത് തുറന്ന് വരുന്നതേ ഉള്ളൂ. ബിക്കോസ് ഇപ്പോൾ 4 മണി ആകാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പോൾ വെയിലൊക്കെ മാറി കടയൊക്കെ ആൾക്കാർ തുറന്ന് വരുവാണ്. കുറച്ചുകൂടെ കഴിയുമ്പോഴാണ് എന്തൊക്കെ റേറ്റ് എങ്ങനെയാണ്, കാര്യങ്ങൾ ഇവിടേക്ക് എന്തൊക്കെയാണെന്ന് അറിയാൻ പറ്റുള്ളൂ. എന്നാലും ഓക്കെ, നല്ല തിരക്കാണ് കേട്ടോ. അതേസമയം ഒരുപാട് സാധനങ്ങളുണ്ട് മേടിക്കാൻ ഭയങ്കര ചീപ്പായിട്ട്. ഇവിടെ ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റാണ്. ഇവിടുത്തെ ദിറംസ് നമ്മൾക്ക് കൈൻഡ് ഓഫ് പൗണ്ടിലോട്ട് കൺവേർട്ട് ചെയ്താലോ റുപ്പീസിലോട്ട് കൺവേർട്ട് ചെയ്താലോ കുറച്ചും കൊണ്ടേ ആവുന്നുള്ളൂ. മാത്രമല്ല എല്ലാം ഭയങ്കര ചീപ്പാണ്. പിന്നെ ഇവരിപ്പോൾ ഒരു 200 ദിറംസ് ഒക്കെ പറയുന്നത് നമ്മൾ എത്ര ഭാഗ്യം വെച്ചാൽ 50 ദിറംസിന് വരെ ഓരോ സാധനങ്ങൾ ഇവർ മേടിച്ചിട്ടുണ്ട്. 200 പറഞ്ഞ സാധനങ്ങൾ വെറും 50 ദിറംസിനൊക്കെ അവർ മേടിച്ചിട്ടുണ്ട്. ഒരുപാട് ക്യൂട്ടായിട്ടുള്ള കുറേ സാധനങ്ങൾ, ഒരുപാട് ക്യൂട്ടായിട്ടുള്ള കുറേ സാധനങ്ങൾ നമുക്കിവിടെ ഇങ്ങനെ മേടിക്കാൻ കിട്ടും കേട്ടോ. നല്ല രസമാണ് സത്യം പറഞ്ഞാൽ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ മേടിക്കാനുള്ളൊരു സമയം, നമ്മളിപ്പോൾ ഗ്രൂപ്പ് ട്രിപ്പാണ് വന്നത് കൊണ്ട് ഇവരെല്ലാവരും ഓരോരുത്തരും ഓരോ ദിശയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. So almost മറാക്കിഷ് ഫുള്ളും ഞങ്ങൾ അരിച്ചു പറക്കി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. എന്നിട്ട് ദിറംസ് ബാലൻസ് ആണ്. ദിറംസ് കഴിയണം എന്ന് വിചാരിച്ചിട്ടാണ് കൂടുതൽ സാധനങ്ങളൊക്കെ മേടിക്കുന്നത്. പക്ഷേ കുറച്ച് ദിറംസ് ബാക്കിയിട്ട് ദിറംസ് നമ്മുടെ UK തിരിച്ചു കൊണ്ടുചെന്നാൽ അത് തിരിച്ചെടുക്കത്തില്ല. അപ്പോൾ ഞങ്ങൾ ഫ്ലൈറ്റ് കയറി തിരിച്ച് UK പോവാണ്. നാളെ മുതൽ ആസ് യൂഷ്വൽ നോർമൽ ലൈഫ് വി ആർ ഗോയിങ് ടു ബാക്ക്. ഓ മൈ ഗോഡ്,
she don't want. Literally she doesn't want to go back. Literally she doesn't. And stay here. Morocco, I love it. Morocco has my heart. മൊറോക്കോ ഫസ്റ്റ് ആയിട്ട് ട്രിപ്പ് പോകുന്നത് അതിന്റെ ആഘോഷം ഏത് രാജ്യത്ത് പോയാലും ഇതെന്ന് പറയുന്നത്. Next we are going to Turkey. പക്ഷെ അങ്ങനെ നല്ല ഗൈസ് മൊറോക്കോ ഹെവൻ. ഇഷ്ടപ്പെട്ടു. ഞാൻ പോയിട്ടുള്ള രാജ്യങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന രാജ്യം മൊറോക്കോയാണ്. ഇനിയും കാണാനും എക്സ്പ്ലോർ ചെയ്യാനും ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഫുഡ് ഒഴിച്ച് ബാക്കിയെല്ലാം മൊറോക്കോയിൽ അടിപൊളിയാണ്. ഇന്നലത്തെ ബീഫ്, ഇന്നലത്തെ 5 സ്റ്റാർ ഹോട്ടലിലെ ബീഫ്, ഇറ്റ് വാസ് ടു ഗുഡ്, ടു ഡെലീഷ്യസ് സീരിയസ്ലി. അങ്ങനെ സോ എല്ലാം കഴിഞ്ഞു. വിശക്കുന്നുണ്ട്. ഇനി എന്താണ് പരിപാടി എന്ന് അറിയത്തില്ല. സോ ഇന്ന് നമ്മൾ യാത്ര കഴിഞ്ഞ ബാഗൊക്കെ പാക്ക് ചെയ്തു. ബാഗൊക്കെ എടുത്തിട്ട് നമ്മളിത് എയർപോർട്ടാണ്, ഇതാണ് എയർപോർട്ട്. അങ്ങോട്ട് പോവാണ്. സോ എൻ്റെ ബോയ് ഫ്രണ്ടിനെ ഞാൻ മിസ് ചെയ്യും. എൻ്റെ കല്യാണ ചെറുക്കൻ ഞാൻ മിസ് ചെയ്യും. Thank you so much. I appreciate it. Oh, Galileo, I'm going to cry. Take me with you, please. You can come with me. Oh, really? Really? Yeah. Oh, yes. I will dance like this. Okay, anyway, miss you. You're the super guide in our travel. Okay, I love bye-bye. you too. Okay, Thank you so much. Say hi to your husband. Yeah, I will say And hi. I hope you have a future boyfriend. Your charger. Oh, thank you. You give me charger to charge. Have a nice flight, everybody. I hope you enjoyed the trip in Morocco. Thank you so much. Inshallah, you will have another chance. If you have another chance to come over to Morocco, Sure. you're welcome. Definitely. Everyone is welcome. And thank you for your kindness, for your happiness, your smile always. And I love you. സോ ഞങ്ങള് ഇതാണ് എൻട്രൻസ് ആണ്. സോ ചെക്കിൻ ഒക്കെ കഴിഞ്ഞു. ഞങ്ങൾക്ക് 8:30ക്കാണ് ഫ്ലൈറ്റ്. ഇപ്പൊ ഏകദേശം ടൈം 7:30 ആയിട്ടുണ്ട്. 7:45 8 മണി ആവാറായി. കാരണം ഓൾറെഡി ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിരുന്നു. പിന്നെ എന്തൊക്കെയോ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ചെക്കിൻ ചെയ്യുന്നതിന്. പിന്നെ വില ഇതേ പിറകെ വരുന്നുണ്ട്. ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ഇല്ലാമോ? അപ്പം എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു ജേർണി അടിപൊളി ജേർണി ആയിരുന്നു. മിസ് ചെയ്യുന്ന എനിക്ക് വിഷമം വരുന്നെങ്കിൽ തിരിച്ചു പോകണ്ടെന്നൊരു ഫീലിങ്സ് ആണ് ഇപ്പോഴും. ഇനി ഞാൻ എവിടെയെങ്കിലും പോയി ഇരുന്നിട്ട് സംസാരിക്കാം. എനിക്ക് തൊണ്ട ഒട്ടും പറ്റുന്നില്ല, ക്ലൈമറ്റ് മാറി മാറി. സോ അവസാനം ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി മൊറോക്കോയിൽ നിന്നും ലണ്ടനിലേക്ക് പോവാണ് ഗൈസ്. അപ്പോൾ സൈഡ് സീറ്റ് കിട്ടിയതല്ല, ഞാൻ അങ്ങനത്തെ സൈഡ് സീറ്റാണ്. ഞാനും പാർവതിയും എൻ്റെ ധന്യ ചേച്ചിയും പാർവതിയും ഞാനുമാണ് ഒരു സീറ്റിലിരിക്കുന്നത്. പാർവതിയുടെ സീറ്റാണ് സൈഡ് സീറ്റ്. സോ അങ്ങനെ പാർവതി എനിക്ക് തന്നതാണ്. അങ്ങനെ ഞാൻ കാഴ്ചകളൊന്നും പ്രത്യേകിച്ച് കാണില്ല. രാത്രിയാണ് അവിടെ എത്തുന്നത്. ഇപ്പോഴും രാത്രിയാണ്. പിന്നെ തൊണ്ട നല്ല സീനായിട്ടുണ്ട്. കാരണം ഇവിടുത്തെ ചൂടും ചിലപ്പം തണുപ്പും വീണ്ടും ചൂടും തണുപ്പും ഒക്കെ ആയിട്ട് മാറി 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 തൊണ്ട ഇച്ചിരി കിട്ടില്ല സീനായിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ എന്താണെന്ന് ഞാൻ പറയാൻ നിൽക്കുന്നില്ല. അപ്പോൾ ഫുൾ ഓട്ടോ ആയിരിക്കും. ഇന്ന് എയർപോർട്ടിൽ കയറിയ മുഴുവൻ ഓട്ടോ ആയിരുന്നു. ഞങ്ങൾ 8:30 ഫ്ലൈറ്റിന് ഞങ്ങൾ 7 മണിക്കൊക്കെയാണ് ചെക്കിൻ ചെയ്യാൻ കയറിയത് തന്നെ. എനിവേ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടെ നീർ ജാംസ് യൂട്യൂബ് ചാനലോടൊപ്പം നീർ ജാംസ് ഇൻസ്റ്റ ഐ ഡി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എന്തായാലും ബൈ. നമ്മൾ പിരിയുകയാണ് ഗൈസ്. നിങ്ങൾ എല്ലാവരും പിരിയുകയാണ്. ബൈ. പിരിയാൻ പാടില്ലല്ലോ. എൻ്റെ ക്യാമറ കാണുമ്പോൾ ഇവർക്ക് എന്തോ പേടിയാണെന്ന് തോന്നുന്നു. ഗായ്സ്, നമ്മുടെ ട്രിപ്പ് എല്ലാം കഴിഞ്ഞു. എന്താ നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയൂ. ആർക്കും ഒരു എക്സ്പീരിയൻസ് ഇല്ല ഗൈസ്. അടിപൊളിയായിരുന്നു. So you guys are gonna miss me, right? No. No way. എവിടെ അവൻ്റെ മുഖം ഞാൻ നോക്കട്ടെ. സോ യു കെയിലുള്ള എൻ്റെ ഉള്ള ഒരേ ഒരു അനിയനാണ്. എന്റെ പില്ല് എടുത്തുകൊണ്ടും പോവും. എനിക്കാണ് ഫസ്റ്റ് പെടലി. നട്ടിലാസ് എന്റെ പില്ല് എടുത്തോണ്ടും. സോ
നമ്മുടെ ട്രിപ്പ് ഇവിടെ അവസാനിച്ചിരിക്കുക. വിഷമാണ് എല്ലാവർക്കും കൊണ്ട് എല്ലാവരും കഴിഞ്ഞാ എല്ലാവർക്കും ഭയങ്കര വിഷമമാണ്. എല്ലാവരും പോട്ടെ, അടുത്ത ട്രിപ്പിൽ നമ്മളെല്ലാവരും കണ്ടുപിട്ടുന്നതായിരിക്കും. സോ